നമ്മുടെ ദുബായ് റൂമിൽ 3 കാര്യങ്ങളുണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഇതാ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ സെറ്റാക്കി അവർ ലഗേജൊക്കെ കൊണ്ടുവന്ന് അടുക്കി പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കയറിയ പാടെ ഇങ്ങനെ ഒരു ലിവിങ് ഹാളാണ് കേട്ടോ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ 3 കാര്യത്തിൽ ആദ്യത്തെ കാര്യം ഇതാണ്, ഈ ഒരു സോഫ പോലെ കേട്ടോ നമ്മൾ വീട്ടിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്ന ഫസ്റ്റ്. പക്ഷെ നമ്മുടെ സ്ഥല പരിമിതി കാരണം നമുക്കത് ചെയ്യിപ്പിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് ഇത്ര വലിയ സോഫ വെട്ടിച്ചുരുക്കി നമ്മൾ ചെറുതാക്കേണ്ടി വന്നു. പിന്നെ അതാ നമുക്ക് ഇവിടെ ഒരു ടി വി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു പാത്വേ ആണ് കേട്ടോ വരുന്നത്. അവിടെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മിറർ ഉണ്ട്, ഫുൾ സൈസ് മിറർ, നമുക്ക് ഫുള്ളായിട്ട് കാണാം. ബബ്ലൂസിനെ ഞാൻ വീഡിയോ എടുക്കുന്നത് പിടിക്കുന്നില്ല, എന്നെ പിടിച്ചു കൊണ്ടുപോവാണ് കളിക്കാൻ വേണ്ടിയിട്ട്. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ അതാ ഇവിടെ അങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ വെക്കാം. പിന്നെ ഇവിടെ അവർ 3 കുപ്പി വെള്ളം തന്നിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ താഴെയായിട്ട് സാധാരണ നമ്മൾ കാണുന്ന പോലെ തന്നെ കെറ്റിൽ, പിന്നെ മറ്റേ ഇതിൻ്റെ എന്തായിരുന്നു പറയുക, ചായപ്പൊടി, അതന്നെ ചായപ്പൊടി കോഫിപ്പൊടിയൊക്കെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഷുഗർ ഇങ്ങനത്തെ ഒരു പാക്കറ്റിൽ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഫ്രിഡ്ജ് തുറന്ന് നോക്കി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ നട്ട്സും പിന്നെ ചോക്ലേറ്റും പിന്നെ കുറേ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ നട്ട്സൊക്കെ നമ്മൾ അപ്പം തന്നെ കാലിയാക്കിയിട്ടോ ഗൈസ്, നമ്മൾ അപ്പം തന്നെ അത് വയറ്റിലാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇങ്ങനെ ഒരു ഹാങ്ങർ സ്പേസ് വരുന്നുണ്ട്. നമുക്ക് വേണ്ട ഡ്രസ്സൊക്കെ അയൺ ചെയ്തിട്ടൊക്കെ ഹാങ് ചെയ്തിട്ടിടാം. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് ബാത്റൂം വരുന്നത്. ബാത്റൂമിൽ ഇതാ നമുക്ക് ബാട്ടബുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ദുബായിൽ ഒരുവിധം എല്ലാ റൂംസിലും ബാട്ടബുകൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം എൻ്റെ മേമയുടെ അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ റൂമിലേക്ക് എൻ്റർ ചെയ്തു. ഇവിടെ ഇതാ 2 ബെഡ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ നമുക്ക് ടി വി വരുന്നുണ്ട്, ലോക്കർ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഞാനൊരു സാധനം കണ്ടു. നോക്കിയപ്പോൾ വെയിറ്റ് മെഷീൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മുടെ വെയിറ്റ് നോക്കാനുള്ള മെഷീനാണ്. അതും വിചാരിച്ച് ഞാൻ അതിൻ്റെ മേലെ കയറിയിരുന്നു. പക്ഷെ സത്യത്തിൽ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ലഗേജിൻ്റെ ഒക്കെ വെയിറ്റ് നോക്കാനുള്ള ആ ഒരു മെഷീനാണ് അത് എന്നുള്ളത്. അപ്പോൾ ഞാൻ തിരിച്ചത് അങ്ങനെ തന്നെ എടുത്ത് വെച്ചു. അതിനുശേഷം പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു ഓഫീസ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് കാര്യം. ഓക്കെ ഗൈസ്, ഇത് തുറന്നു നോക്കിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മെനു കാണുന്നില്ല. മെനു എവിടെ? ഞാൻ വിചാരിച്ചു എന്തിനാ പിന്നെ ഇത് ഇവിടെ വെച്ചത്. പക്ഷെ അത് മെനുവിനുള്ളതല്ലായിരുന്നു കേട്ടോ. മെനു എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് കാര്യം കേട്ടോ. ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്കാനർ ഉണ്ട്, ഒരു QR കോഡ്. അത് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്കാനർ അല്ല കേട്ടോ, QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്ത് നമുക്ക് മെനു കിട്ടും. അങ്ങനെയാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് കാര്യം. പിന്നെ അതാ എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഈ ഹോട്ടലിലുള്ള ബെഡിലൊക്കെ എന്താ അറിയില്ല, കിടന്നാൽ പിന്നെ എണീക്കാൻ തോന്നില്ല, അത്രയ്ക്ക് സുഖമാണ്. ബബ്ലൂസ് അവിടെ ഓൾറെഡി ചാട്ടം തുടങ്ങി. ഇതാണ് ഞാൻ പറഞ്ഞ റൂമിലെ 3rd കാര്യം. ഇങ്ങനെ കറങ്ങുന്ന കസേര, ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് കറങ്ങുന്ന കസേര ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇരുന്ന് നോക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോയപ്പം അവിടെ എപ്പോഴോ ഒന്ന് ഇങ്ങനത്തെ ഒരു ഐറ്റം കണ്ടായിരുന്നു. പക്ഷെ അതിൽ ഇരുന്ന് കറങ്ങി നോക്കിയത് ഇപ്പോഴാണ്. ഇതാ ബബ്ലൂസിന് ഇപ്പോൾ വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. പാമ്പിനെയാണ് ആൾ കൂടുതൽ വരയ്ക്കൽ. ഒരു പ്രത്യേക തരം ടേസ്റ്റ്. ഇനി എൻ്റെ കുട്ടി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പാമ്പിനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അവൻ്റെ ഇത്രയും ഇഷ്ടമല്ല കേട്ടോ. ഈ ഒരു കേട്ടൻ തുറന്നാൽ നമുക്ക് പുറത്തുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ദുബായ് റൂം ടൂർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ.